ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡ്യൂകാരൻ്റെ വീക്ക്ലി കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബാങ്കിങ് കറണ്ട് അഫയർ ആണ്. 2024 ഡിസംബറിൽ SBIയുടെ പുതിയ MD ആയിട്ട് രാം മോഹൻ റാവു അമരയെ നിയമിച്ചു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളുടെ ബാങ്കിങ് എക്സാമുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. SBIയുടെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് CS ഷെട്ടിയാണ്. 1806 ബാങ്ക് ഓഫ് കൽക്കട്ട രൂപീകരിക്കുന്നത് കൂടിയാണ് SBIയുടെ തുടക്കം കുറിക്കുന്നത്. അതായത് SBIയുടെ മുൻ പേരെന്താണ് എന്നുള്ളത് എക്സാമുകൾക്ക് സ്ഥിരമായി ചോദിക്കാറുള്ളതാണ്. നമ്മൾ ഇമ്പീരിയൽ ബാങ്കുകൾ എന്നറിയപ്പെട്ടിരുന്ന ഒന്നാണ് നമ്മളുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ പേര് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. 1955 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ്ഡ് ചെയ്തത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുക്സ് ആൻഡ് ഓതേഴ്സ് വിഭാഗത്തിൽ നിന്നുള്ള ഒരു കറണ്ട് അഫയർ ആണ്. നമുക്കറിയാം, നമ്മളുടെ എക്സാം ടോപ്പിക്കുകൾക്ക് ബുക്സ് ആൻഡ് ഓതേഴ്സ് വിഭാഗത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരു ബുക്കിൻ്റെ പേര് നൽകിയതിന് ശേഷം ഇത് ആരാണ് എഴുതിയത് എന്നാണ് സാധാരണഗതിയിൽ നമ്മളോട് ചോദിക്കാറുള്ളത്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രാമായണത്തിനെയും മഹാഭാരതത്തിനെയും കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഈ രാമായണവും മഹാഭാരതവും എങ്ങനെയാണ് ചോദ്യങ്ങളിൽ വരുന്നത് എന്നുള്ളത്. സാധാരണഗതിയിൽ സ്റ്റാറ്റിക് GKയിൽ നമ്മളോട് ചോദിക്കാറുണ്ട് ആരാണ് ഈ രാമായണം എഴുതിയിട്ടുള്ളത് എന്നുള്ളത്. തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ വ്യാസനും വാൽമീകിയും എല്ലാം ഇപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പം നമുക്കറിയാം, രാമായണം എന്ന് പറയുന്നത് വാൽമീകിയാണ് എഴുതിയത്. ഇത് പഠിച്ചു വെക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്, നമ്മൾ രാമായണത്തിലാണ് ഏറ്റവും കൂടുതൽ ഹനുമാനെ കാണുന്നത്. ഹനുമാനാണ് വാലുള്ളത്. സോ രാമായണം, ഹനുമാൻ, വാല് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. എന്നാൽ മഹാഭാരതം എഴുതിയിരിക്കുന്നത് വേദവ്യാസനാണ്. ഈ അടുത്ത കാലത്ത് ഒരു എക്സാമിനേഷന് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഭഗവത്ഗീത എഴുതിയത് ആരാണ് എന്നുള്ളതാണ്. ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് മഹാഭാരതത്തിന് ഇടയിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനന് കൊടുക്കുന്ന സാരോപദേശമാണ്. അപ്പം മഹാഭാരതം എഴുതിയ വ്യാസൻ തന്നെയാണ് ഈ ഭഗവത്ഗീതയും എഴുതിയത്. എന്നാൽ നമ്മൾ ഇത്തവണത്തെ കറണ്ട് അഫയർ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ രാമായണവും മഹാഭാരതവും അറബിലേക്ക് വിവർത്തനം ചെയ്ത ഒരു വ്യക്തിയെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറയുന്നത് അബ്ദുള്ള അൽ ബാറൂൺ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അദ്ദേഹമാണ് നമ്മളുടെ രാമായണവും മഹാഭാരതവും അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ പുസ്തകം ആരാണ് പ്രകാശനം ചെയ്തത് എന്നുള്ള കാര്യം കൂടി നമ്മളോട് ചോദിക്കും. മറ്റാരുമല്ല, നമ്മളുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര ദാമോദർദാസ് മോഡിയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയർ ആണ്. ഡിസംബർ 25 ക്രിസ്മസ് അല്ലേ, പ്രിൻസ് ഓഫ് സത്യാഗ്രഹ, ജീസസ് ക്രൈസ്റ്റിൻ്റെ ബർത്ത്ഡേ അല്ലേ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ഇപ്പോൾ ഓർത്തത്. എന്നാൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയിനെ കുറിച്ചാണ്. ഡിസംബർ 25 അടൽ ബിഹാരി വാജ്പേയി ജനിച്ചത്. 1924 ഡിസംബർ 25 അത്. അപ്പോൾ 2024 ഡിസംബർ 25 ആകുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ AB വാജ്പേയിയുടെ 100ാമത്തെ ജന്മദിനമായിരുന്നു. നമ്മളുടെ രാജ്യം AB വാജ്പേയിയോടുള്ള ബഹുമാനാർത്ഥം 100 രൂപ കോയിൻ പുറത്തിറക്കി എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതായത് 100 രൂപി കോയിനാണ് നമ്മൾ ഇത്തവണ പുറത്തിറക്കിയിരിക്കുന്നത്. നമുക്കറിയാം, AB വാജ്പേയിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിൽ കോൺഗ്രസ് ഇതര ഭരണത്തിൻ്റെ കാലാവധി പൂർത്തീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് AB വാജ്പേയി. അതായത് കോൺഗ്രസ്സുകാരനല്ലാതെ ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുകയും ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിൻ്റെ ടെനുവർ എന്ന് പറയുന്നത് 5 വർഷമാണ്. ഈ 5 വർഷവും പൂർത്തീകരിച്ച ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്ന ഖ്യാതി നമ്മളുടെ AB വാജ്പേയിക്കാണ്. ഇനി കോൺഗ്രസ്സുകാരനല്ലാതെ ഒരാൾ ആദ്യമായി പ്രധാനമന്ത്രി ആകുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ മൊറാർജി ദേശായിയാണ്. പക്ഷെ അദ്ദേഹത്തിന് കാലാവധി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. കാലാവധി പൂർത്തീകരിച്ച വ്യക്തി എന്ന് പറയുന്നത് AB വാജ്പേയിയാണ്. ഇനി ചോദ്യം ഇങ്ങനെയാണ്, കോൺഗ്രസ് ഇതര ഭരണത്തിൻ്റെ ഏറ്റവും കൂടുതൽ കാലഘട്ടം ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ അത് നിലവിലെ സാഹചര്യത്തിലെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. നമുക്കറിയാം, 2015 AB വാജ്പേയിക്ക് ഇന്ത്യയുടെ ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ അവാർഡായ ഭാരത് രത്ന നൽകി രാജ്യം അദ്ദേഹത്തിനെ ആദരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ 1999 അവസാനമായിട്ട് നമ്മൾ പാകിസ്ഥാനുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നത്. ആ യുദ്ധം വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമായിരുന്നു. കാർഗിൽ യുദ്ധം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഈ യുദ്ധ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവി അലങ്കരിച്ചതും AB വാജ്പേയി തന്നെയാണ്. ഇന്ത്യയുടെ 2ാമത്തെ ആണവ പരീക്ഷണ സമയം, ആ സമയത്തും
ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവി അലങ്കരിച്ച വ്യക്തിയാണ് AB വാജ്പേയി എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. എന്നാൽ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ അയൽ ലേഡിയായ ഇന്ദിരാഗാന്ധിയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ബാങ്കിങ് കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ ആന്ധ്രാപ്രദേശിൻ്റെ ക്യാപിറ്റലായ അമരാവതിയുടെ വികസനത്തിനായി $800 ബില്യൺ അനുവദിച്ച ഒരു ബാങ്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റൊരു ബാങ്കും അല്ല, നമ്മളുടെ ലോക ബാങ്ക്, വേൾഡ് ബാങ്ക് എന്ന് നമ്മൾ അറിയപ്പെടുന്ന ബാങ്ക്. ഈ വേൾഡ് ബാങ്ക് എന്ന സത്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കളക്റ്റീവായിട്ട് പേരുള്ള 2 ബാങ്കുകളെയാണ് നമ്മൾ ഈ വേൾഡ് ബാങ്ക് എന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നിൻ്റെ പേര് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒന്നാണ്, IBRD. എക്സാമുകൾക്ക് IBRDയുടെ ഫുൾ ഫോം എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. മറ്റൊന്ന് IDA, ഇന്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ. ഇതിനെ രണ്ടിനെയും കൂടി കളക്റ്റീവായിട്ട് നമ്മൾ ഒറ്റ വാക്കിൽ വിളിക്കുന്നതാണ് നമ്മളുടെ വേൾഡ് ബാങ്ക് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. വേൾഡ് ബാങ്ക് നിലവിൽ വരുന്ന 1944 ജൂലൈ 7-ാം തീയതിയാണ്. വേൾഡ് ബാങ്കിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അജയ് ഭാംഗയാണ്. ഒരു ഇന്ത്യൻ വംശജൻ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് അങ്ങനെയും എക്സാമുകൾക്ക് പ്രാധാന്യമുള്ള ഒരു വ്യക്തി കൂടിയാണ്. നമുക്കറിയാം, ആന്ധ്രാപ്രദേശിൻ്റെ ക്യാപിറ്റലാണ് ഈ അമരാവതി എന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശിൻ്റെ ഗവർണർ എന്ന് പറയുന്നത് ജസ്റ്റിസ് അബ്ദുൽ നാസർ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ നമ്മളുടെ ആന്ധ്രയുടെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ചന്ദ്രബാബു നായിഡു ആണ്. നമുക്കറിയാം, ഇന്ത്യയിൽ 28 സ്റ്റേറ്റുകളാണുള്ളത്. എന്നാൽ ഇന്ത്യയിൽ 25 ഹൈക്കോർട്ടുകളെ ഉള്ളൂ. ഇതിൽ അവസാനത്തെ ഹൈക്കോർട്ട് ഏതാണ് എന്നുള്ള കാര്യവും നമ്മളോട് എക്സാമിന് ചോദിക്കും. അതായത് 25ാമത്തെ ഹൈക്കോർട്ട് ഏതാണ് എന്ന് നമ്മളോട് ചോദിക്കും. 25ാമത്തെ ഹൈക്കോർട്ട് എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിൻ്റെ ഹൈക്കോർട്ടാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വിയോഗ വാർത്തയാണ്. നമ്മളെല്ലാവരും അറിഞ്ഞു കാണും, നമ്മളുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് മരണപ്പെട്ട കാര്യം. മൻമോഹൻ സിംഗ് നമ്മളുടെ രാജ്യത്തിന് വളരെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത് തന്നെ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ എക്കണോമിക് റിഫോം എന്നാണ് എന്നുള്ള കാര്യം ആദ്യം തന്നെ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഇന്ത്യയുടെ 14ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു നമ്മളുടെ മൻമോഹൻ സിംഗ്. ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന്, മൈനോറിറ്റി വിഭാഗത്തിൽ നിന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരാൾ പ്രധാനമന്ത്രിയാകുന്നത്. അതും നമ്മളുടെ മൻമോഹൻ സിംഗ് തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതായത് നമുക്കറിയാം, അദ്ദേഹം സിഖ് റിലീജിയനിൽ നിന്ന് വരുന്ന വ്യക്തിയാണ്. ഇന്ത്യയിലെ മൈനോറിറ്റി റിലീജിയനുകളിലെ ഒരു റിലീജിയനാണ് ഈ സിഖിസം എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അപ്പോൾ സിഖ് വിഭാഗത്തിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ മൈനോറിറ്റി വിഭാഗത്തിൽ നിന്ന് വരുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ അത് നമ്മളുടെ മൻമോഹൻ സിംഗ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGCയുടെ ചെയർമാൻ പദവി അലങ്കരിച്ചതിന് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവി അലങ്കരിച്ച വ്യക്തി കൂടിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി ബാങ്കിങ് എക്സാമുകൾ എഴുതുന്ന നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു മൻമോഹൻ സിംഗ്. കാരണം ഇന്ത്യയുടെ ബാങ്ക്സ് ഓഫ് ബാങ്ക് എന്നറിയപ്പെടുന്ന, സെൻട്രൽ ബാങ്ക് എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 15ാമത്തെ ഗവർണർ സ്ഥാനം അലങ്കരിച്ച വ്യക്തി കൂടിയാണ് നമ്മളുടെ മൻമോഹൻ സിംഗ്. ഇനി പ്ലാനിംഗ് കമ്മീഷൻ്റെ ഡെപ്യൂട്ടി ചെയർമാൻ പദവി അലങ്കരിച്ച വ്യക്തി കൂടിയായിരുന്നു മൻമോഹൻ സിംഗ്. ഈ പ്ലാനിംഗ് കമ്മീഷൻ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം, പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാനായ വ്യക്തിയും മൻമോഹൻ സിംഗ് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ ചെയർമാനായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷനുകളുടെ ചെയർമാൻ പദവി അലങ്കരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അതൊരു എക്സ് ഒഫീഷ്യോ പോസ്റ്റാണ്. ആരാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അദ്ദേഹം തന്നെയാണ് പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ പദവിയും അലങ്കരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ പദവി അലങ്കരിച്ച വ്യക്തിയാണ് നമ്മളുടെ ഡോക്ടർ മൻമോഹൻ സിംഗ്. എന്നാൽ പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് ഈ പ്ലാനിംഗ് കമ്മീഷൻ്റെ ഡെപ്യൂട്ടി ചെയർമാൻ പദവിയും ഇദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ ഇല്ല. ഈ പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നീതി ആയോഗ് വന്നിരിക്കുന്നത്. അപ്പം നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. നിലവിലെ സാഹചര്യത്തിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് നീതി ആയോഗിൻ്റെ ചെയർമാൻ പദവി അലങ്കരിക്കുന്നത് നമ്മളുടെ പ്രൈം മിനിസ്റ്റേഴ്സ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. എക്സാമുകൾക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഈ പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തു വന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നീതി ആയോഗാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അപ്പോൾ പ്രധാനമന്ത്രി ആയിരുന്ന മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു. കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. സോ അദ്ദേഹത്തിൻ്റെ വിയോഗം നടന്ന വർഷമായതുകൊണ്ട് ഇനിയുള്ള എക്സാമുകൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് മൻമോഹൻ സിംഗ് നന്നായി പഠിച്ചിട്ട് വേണം നമ്മൾ എക്സാം ഹാളിൽ കയറേണ്ടത്.
അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുക്സ് ആൻഡ് ഓതേഴ്സ് വിഭാഗത്തിൽ നിന്നുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. ധർമോണിക്സ് ആൻഡ് ഇൻഡിജിനസ് ആൻഡ് സസ്റ്റൈനബിൾ എക്കണോമിക് മോഡൽ. പുസ്തകം എഴുതിയത് ശ്രീറാം ബാലസുബ്രഹ്മണ്യനാണ് എന്നുള്ള കാര്യം അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോയിൻമെന്റ് വിഭാഗത്തിൽ നിന്നുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്കറിയാം, ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളുടെ ഗവർണർമാരെയാണ് ഇന്ത്യ ഗവൺമെന്റ് മാറ്റിയിരിക്കുന്നത്. അതായത് ഈ ഗവർണർമാരെ അപ്പോയിന്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ്. നമ്മളുടെ കേരളം ഉൾപ്പെടെ ഉള്ള 5 സംസ്ഥാനത്തിനാണ് പുതിയ ഗവർണർമാർ വന്നിരിക്കുന്നത്. ആരൊക്കെയാണ് ഈ ഗവർണേഴ്സ് എന്നുള്ള കാര്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഒഡീസയുടെ ഗവർണർ എന്ന് പറയുന്നത് ഹരിബാബു കമ്പതിയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം, ഒഡീസയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഭുവനേശ്വർ ആണ്. ഒഡീസയിൽ നിന്നുള്ള ഒരു ക്ലാസിക്കൽ ഡാൻസ് ആണ് ഒഡീസി. എക്സാമ്പിൾക്ക് സ്ഥിരമായിട്ട് ക്ലാസിക്കൽ ഡാൻസ് വിഭാഗത്തിൽ നിന്ന് ആ ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി കേരളത്തിന്റെ ഗവർണർ എന്ന് പറയുന്നത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. 23ാമത്തെ കേരളത്തിന്റെ ഗവർണറായിട്ടാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വരുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇനി ബീഹാറിന്റെ ഗവർണർ എന്ന് പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. നമുക്ക് വളരെ സുപരിചിതമായ വ്യക്തിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്നത്. കാരണം കേരളത്തിന്റെ ഗവർണർ ആയിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. ഈ ആരിഫ് മുഹമ്മദ് ഖാനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വരുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അതുപോലെ മിസോറാമിന്റെ ഗവർണർ എന്ന് പറയുന്നത് ഡോക്ടർ വി.കെ. സിംഗും മണിപ്പൂരിന്റെ ഗവർണർ അജയ് കുമാർ ഭല്ലയുമാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഈ 5 പുതിയ ഗവർണേഴ്സിനെയാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ ഗവർണർ ആകാനുള്ള ഏറ്റവും ചെറിയ പ്രായം എന്ന് പറയുന്നത് 35 വയസ്സാണ്. ഇന്ത്യയുടെ പ്രസിഡന്റ് ആകാനുള്ള ഏറ്റവും ചെറിയ പ്രായവും 35 വയസ്സ് തന്നെയാണ്. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആകാനുള്ള പ്രായവും 35 വയസ്സ് തന്നെയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആകാനുള്ള ഏറ്റവും ചെറിയ പ്രായം 25 വയസ്സാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു സമ്മേളന വാർഷികമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയർ ആണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1924 സമ്മേളനമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. 2024 എന്തുകൊണ്ടാണ് 1924 സമ്മേളനത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1924 സമ്മേളനത്തിലെ 100ാം വാർഷികമാണ് 2024 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 1924 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിക്കുന്ന സമ്മേളനമാണ് 1924 ബെൽഗാം സമ്മേളനം എന്ന് പറയുന്നത്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലവിൽ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരുപാട് സമ്മേളനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതിൽ കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക് ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒന്നാണ് 1924 ബെൽഗാം സമ്മേളനം. കാരണം ഒരിക്കൽ മാത്രമാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചത്. അത് ഈ ബെൽഗാം സമ്മേളനത്തിൽ വെച്ചാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. പലപ്പോഴായി പല രീതികളിലാണ് ആ ചോദ്യങ്ങൾ അവിടെ വരാറുള്ളത്. അതായത്, ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലായിരുന്നു പ്രസിഡന്റ് പദവി അലങ്കരിച്ചത്? ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ച ബെൽഗാം സമ്മേളനം ഏത് വർഷമായിരുന്നു എന്നെല്ലാം എക്സാമുകൾക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ 2024 100ാമത്തെ വാർഷികം ആഘോഷിക്കുന്നത് കൊണ്ട് ഈ സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിക്കുന്നത് മല്ലികാർജുന ഖാർഗെ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലവിൽ വരുന്നത് 1885 ആദ്യത്തെ പ്രസിഡന്റായി പദവി അലങ്കരിച്ചത് WC ബാനർജിയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബേർഡിനെ കുറിച്ചാണ്, ബാൾഡ് ഈഗിൾ. എന്താണ് ഈ ബാൾഡ് ഈഗിളിൻ്റെ പ്രത്യേകത? നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ നാഷണൽ ബേർഡായിട്ട് ഒഫീഷ്യലി അവർ ഈ ബാൾഡ് ഈഗിളിനെ ഇപ്പോൾ ഡിക്ലെയർ ചെയ്തത് കൊണ്ടാണ് നമ്മൾ ബാൾഡ് ഈഗിളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളുടെ ഇന്ത്യയുടെ നാഷണൽ ബേർഡ് എന്നറിയപ്പെടുന്നത് പീകോക്കാണ്. ഇന്ത്യയുടെ നാഷണൽ ഹെറിറ്റേജ് ആനിമൽ എന്നറിയപ്പെടുന്നത് എലിഫൻ്റ് ആണ്. ഇന്ത്യയുടെ നാഷണൽ അക്വാട്ടിക് ആനിമൽ എന്നറിയപ്പെടുന്നത് ഗംഗാ ഡോൾഫിൻ ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പോർട്സിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം, ചാമ്പ്യൻസ് ട്രോഫി
ഏത് കളിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മളോട് സ്ഥിരമായി എക്സാമുകൾക്ക് ചോദിക്കാറുള്ളതാണ്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമെന്ന് പറയുന്നത് നമ്മളുടെ അയൽ രാജ്യമായ പാകിസ്ഥാനാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. 8 രാജ്യങ്ങളാണ് ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ പങ്കെടുക്കുന്നത്. നമുക്കറിയാം ICC ആണ് ഈ ഇന്ത്യയുടെ ക്രിക്കറ്റ് ബോർഡുകളുമായി ബന്ധപ്പെട്ടിട്ട് ക്രിക്കറ്റിൻ്റെ ഇൻ്റർനാഷണൽ ബോർഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യയുടെ ബോർഡ് എന്ന് പറയുന്നത് BCCI ആണ്. നമ്മളുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മത്സരങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ദുബായിലാണ്. നമ്മളുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി പാകിസ്ഥാനിലേക്ക് ഇന്ത്യയുടെ കായിക താരങ്ങളെ അയക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ദുബായിലേക്ക് ഏറ്റെടുക്കാൻ വേണ്ടി ICC തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം നമ്മളുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എന്ന് പറയുന്നത് S ജയശങ്കർ ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഭിജിത്ത് ബാനർജി എഴുതിയ ചൗങ് ഓൺ ഫുഡ് എക്കണോമിക്സ് ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ചാണ്. നമുക്കറിയാം അഭിജിത്ത് ബാനർജി എന്ന് പറയുന്നത് ഒരു ഇൻഡോ അമേരിക്കൻ എക്കണോമിക്സിസ്റ്റാണ്. 2019 അദ്ദേഹത്തിന് എക്കണോമിക്സിന് നോബൽ സമ്മാനം ലഭിച്ചിരുന്നു എന്നുള്ള കാര്യം അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. നോബൽ സമ്മാനങ്ങൾ സ്ഥിരമായി എക്സാമുകൾക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. 2024 എക്കണോമിക്സിന് നോബൽ സമ്മാനം ലഭിച്ചത് 3 വ്യക്തികൾക്കാണ്. ജെയിംസ് റോബിൻസൺ, സൈമൺ ഡാരൻ എന്നീ പറയുന്ന 3 വ്യക്തികൾക്കാണ് 2024 എക്കണോമിക്സിന് നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിപ്പോർട്ട്സ് ആൻഡ് റാങ്കിങ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. ഇന്ത്യൻ ഫോറസ്റ്റ് റിപ്പോർട്ട് 2023. ഇന്ത്യൻ ഫോറസ്റ്റ് റിപ്പോർട്ട് 2023 പ്രകാരം ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ഇന്ത്യയിലെ സംസ്ഥാനം എന്ന് പറയുന്നതിൽ ആദ്യത്തെ സ്ഥാനത്തിൽ എത്തിയിരിക്കുന്നത് മധ്യപ്രദേശാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമ്മളോട് എക്സാമിനേഷന് ചോദിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സ്റ്റേറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ്. മധ്യപ്രദേശിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഭോപ്പാലാണ്. മധ്യപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് മോഹൻ യാദവ് ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. മധ്യപ്രദേശിൻ്റെ ഗവർണർ മംഗൂഭായ് പട്ടേലാണ്. ഇനി രണ്ടാമത്തെ പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ ഈസ്റ്റേൺ സ്റ്റേറ്റ് ആയ അരുണാചൽ പ്രദേശാണ്. ലാൻഡ് ഓഫ് റൈസിംഗ് സൺ എന്നറിയപ്പെടുന്നത് നമ്മളുടെ ഇന്ത്യയിൽ അത് അരുണാചൽ പ്രദേശാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മളുടെ അരുണാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇറ്റാനഗറാണ്. അരുണാചൽ പ്രദേശിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 2ാമത്തെ പൊസിഷനാണ് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി അരുണാചൽ പ്രദേശിൻ്റെ CM ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് പേമ ഖണ്ഡു ആണ്. 3ാമത്തെ പൊസിഷനിൽ 3ാം സ്ഥാനം ഛത്തീസ്ഗഡിനാണ് കിട്ടിയിരിക്കുന്നത്. വിഷ്ണു ദിയോൾ ആണ് നമ്മളുടെ ഛത്തീസ്ഗഡിൻ്റെ CM എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഛത്തീസ്ഗഡിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് റായ്പൂരാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു അപ്പോയിൻമെൻ്റ് ആണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ പുതിയ ചെയർമാനായിട്ട് രാമസുബ്രഹ്മണ്യനെ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ 2 തരത്തിലുള്ള ബോഡികളാണ് ഉള്ളത്. സ്ഥിരമായി നമ്മൾ കറണ്ട് അഫെയർ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്ന ഒന്നാണ്. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയും ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡികൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത് ഒരു നിയമം മൂലം നിർമ്മിതമാകുന്ന ബോഡികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം സ്ഥിരമായി എക്സാമുകൾക്ക് ചോദിക്കാറുള്ളതാണ്. ഒരു ലിസ്റ്റ് തന്നതിന് ശേഷം ഇതിൽ ഏതാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്നത്, അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതായത് 1993 ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇത് ഒരു നിയമം മൂലം ആണ് ഈ ബോഡി വരുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇന്ത്യയുടെ ക്യാപിറ്റലായ ഡൽഹിയിലാണ്. നമ്മളുടെ സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾക്കുള്ള മറ്റ് എക്സാമ്പിളുകൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ കറണ്ട് അഫെയർ സെഷനുകളിൽ ഡിസ്കസ് ചെയ്യുന്ന നമ്മളുടെ സെബി എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG എന്നീ പറയുന്നതെല്ലാം ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡികളാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. സ്ഥിരമായിട്ട് ഇതിൻ്റെ ഡിഫറൻസ് എക്സാമുകൾക്ക് ചോദിക്കാറുള്ളത് കൊണ്ട് ഈ പറയുന്ന കമ്മീഷനുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക.
അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ബാങ്കിങ് കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ HDFC ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ നിന്ന് ആദ്യമായിട്ട് ഗോൾഡ് ഫോർവേഡ് ഡീൽ നടത്തുന്ന ആദ്യത്തെ ബാങ്ക് എന്നുള്ള ഖ്യാതി കിട്ടിയിരിക്കുന്നത് നമ്മളുടെ HDFC ബാങ്കിനാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം, ഈ ഗോൾഡ് ഫോർവേഡഡ് ഡീൽ എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള പ്രൈസിന് ഫ്യൂച്ചറിൽ ഗോൾഡ് മേടിക്കും എന്നുള്ള ഒരു എഗ്രിമെൻറ്റ്, ഗോൾഡ് മേടിക്കുകയോ സെല്ല് ചെയ്യുന്നതിനുള്ള എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ ഈ ഗോൾഡ് ഫോർവേഡഡ് ഡീൽ എന്ന് പറയുന്നത്. ഇത് ഗിഫ്റ്റ് സിറ്റിയിൽ നിന്ന് ആദ്യമായി നടത്തുന്ന ബാങ്ക് എന്ന് പറയുന്നത് നമ്മളുടെ HDFC ബാങ്ക് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം, നമ്മളുടെ HDFC ബാങ്കിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ചക്രവർത്തിയാണ്. HDFC ബാങ്ക് നിലവിൽ വരുന്ന 1994 HDFCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റലായ മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ കൂടിയായ മുംബൈയിലാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മിലിറ്ററി എക്സർസൈസ് ആണ്. നമ്മളുടെ എക്സാമുകൾക്ക് മിലിറ്ററി എക്സർസൈസുകൾക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. മിലിറ്ററി എക്സർസൈസിൻ്റെ പേര് നൽകിയതിനു ശേഷം ഇത് ഇന്ത്യയും മറ്റേത് രാജ്യവും തമ്മിലുള്ള എക്സർസൈസ് ആയിരുന്നു എന്ന് ചോദിക്കും. ഇത് എവിടെയാണ് നടന്നത് എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യ വിയറ്റ്നാം കോസ്റ്റ് ഗാർഡുകളുടെ സംയുക്ത അഭ്യാസത്തെക്കുറിച്ചാണ്. സഹയോഗ് ഹോപ്പ് ടാക് എന്നാണ് ഇതിന് നമ്മൾ നൽകിയ പേര് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മളുടെ കേരളത്തിലെ കൊച്ചിയിൽ വെച്ചായിരുന്നു കോസ്റ്റ് ഗാർഡിൻ്റെ ഈ ഇന്ത്യ വിയറ്റ്നാം സംയുക്ത അഭ്യാസം നടന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം, നമ്മളെ വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഹനോയി ആണ്. വിയറ്റ്നാമിൻ്റെ കറൻസി എന്ന് പറയുന്നത് വിയറ്റ്നാമീസ് ഡോങ് ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന റവന്യൂ സെക്രട്ടറി ആയിട്ട് അരുണീഷ് ചവളയെ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളുടെ ഇന്ത്യയുടെ റവന്യൂ സെക്രട്ടറി ആയിരുന്നു സഞ്ജയ് മൽഹോത്ര. ഇദ്ദേഹത്തിനെ രാജ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ പദവിയിലേക്ക് എത്തിച്ചിരുന്നു. നമ്മൾ കഴിഞ്ഞ കറണ്ട് അഫയർ സെഷനിൽ ഡിസ്കസ് ചെയ്തതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഗവർണറായിട്ട് സഞ്ജയ് മൽഹോത്ര അപ്പോയിൻറ്റഡ് ആയി എന്നുള്ളത്. അതോടുകൂടി ഈ റവന്യൂ സെക്രട്ടറിയുടെ പോസ്റ്റ് വേക്കൻ്റ് ആയി കിടക്കുകയായിരുന്നു. അങ്ങോട്ടാണ് നമ്മൾ അരുണീഷ് ചവളയെ അപ്പോയിൻറ്റ് ചെയ്തത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീറിനെ കുറിച്ചാണ്. ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ എന്ന് പറയുന്നത് നമ്മളുടെ കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഹയസ്റ്റ് സിവിലിയൻ പുരസ്കാരമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര ദാമോദർ മോദി ഇത്തവണ കുവൈറ്റ് സന്ദർശിച്ചപ്പോൾ കുവൈറ്റ് അവരുടെ ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ അവാർഡായ ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ അദ്ദേഹത്തിന് സമ്മാനിച്ചത് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ പ്രധാനമന്ത്രിക്ക് 20ാമത്തെ പരമോന്നത ബഹുമതിയാണ് ഈ കിട്ടുന്നത്. അതായത് ഫോറിൻ കൺട്രികളിൽ 20 രാജ്യങ്ങളാണ് നമ്മളുടെ പ്രധാനമന്ത്രിക്ക് ബഹുമതികൾ നൽകിയിരിക്കുന്നത്. അതിലെ 20ാമത്തെ ബഹുമതിയാണ് നമ്മളുടെ കുവൈറ്റിൻ്റെ ഹയസ്റ്റ് ഓർഡറായ ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം, കുവൈറ്റിൻ്റെ കറൻസി എന്ന് പറയുന്നത് കുവൈറ്റ് ദിനാറാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗൂഗിൾ ഇന്ത്യയുടെ പുതിയ മാനേജറും വൈസ് പ്രസിഡന്റുമായിട്ട് പ്രീതി ലോപാനയെ അപ്പോയിന്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പോർട്സിൽ നിന്ന് ഫുട്ബോളിലെ ഇന്റർനാഷണൽ അസോസിയേഷനായ ഫിഫ 2024 ഡിസംബറിൽ പുറത്തുവിട്ട പുരുഷ ലോക റാങ്കിങ്ങുകളിലെ സ്ഥാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത് അർജന്റീന എന്ന് പറയുന്ന രാജ്യമാണ്. സെക്കൻഡ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത് നമ്മളുടെ ഫ്രാൻസ് ആണ്. തേർഡ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത് സ്പെയിനും. ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 126ാമത്തെ പൊസിഷനാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു വിയോഗ വാർത്തയാണ്. നമ്മളുടെ MT വാസുദേവൻ നായർ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, 1995 ഇന്ത്യയുടെ ഏറ്റവും ഹയസ്റ്റ് ലിറ്ററേച്ചർ അവാർഡായ ജ്ഞാനപീഠം നൽകി രാജ്യം അദ്ദേഹത്തിനെ ആദരിച്ചിട്ടുണ്ടായിരുന്നു. 2005 അദ്ദേഹത്തിന് രാജ്യം പത്മഭൂഷൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2022 ആദ്യത്തെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതും നമ്മളുടെ MT വാസുദേവൻ നായർക്കാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഭീമനെ
പ്രധാന കഥാപാത്രമാക്കി MT രചിച്ച പുസ്തകമാണ് രണ്ടാം ഊഴം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് രണ്ടാം ഊഴം എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. ഇതോടുകൂടി ഈ ആഴ്ചത്തെ എഡുകാരൻ്റെ വീക്ക്ലി കറണ്ട് അഫയർ സെഷൻ അവസാനിക്കുന്നു. താങ്ക് യു. ബൈ.